ക്യൂട്ടി പൈനെ മിസ്സാണെന്ന് അറിയാം. മേ ബി ദിസ് വീഡിയോ മേക്സ് യു ബോത്ത് ഹാപ്പി. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ജൂനിയർ. അപ്പൊ ക്യൂട്ടി പൈ എന്ത് പെട്ടെന്ന് അവിടെ സമയമൊക്കെ പോയതല്ലേ. വീട്ടില് മറ്റേ കളയാൻ വെച്ചിരുന്ന ഫ്ലവർ പോട്ടാ. അന്ന് ലേറ്റ് നൈറ്റ് ലൈവ് വാലോറന്റ് ലൈവ് കണ്ടവർക്കറിയാം ഈ സീനൊക്കെ. ഇത് ഞാൻ സൊല്ലിയാക്കണോ? നീ അവളോ അഴക് ഇവിടെ വന്നോ? ഞാൻ അണ്ണാ ലൈവ് ചെയ്യുമ്പോഴേ ഒന്ന് സ്വർഗരാജ്യം വീസി ചെല്ലണേ. ഓക്കെ 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 വിത്ത് കോച്ച്. സത്യം സത്യം. So cutie pie, I'm in love with you. I love you. ഇതിനുള്ള റിപ്ലൈ ഞാൻ പറയണോ? ലൈവിൽ അങ്ങനെ നോ അങ്ങനെ പറഞ്ഞിരുന്നേ ഞാൻ ഊമ്പിയനല്ലേ. പിന്നെ റിപ്ലൈ പറയണ്ടേ? ചെല്ലിട്ടുന്ന എടാ യഥാർത്ഥ പ്രണയം ശരിക്കും പറഞ്ഞ പ്രണയത്തിൽ കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ബാക്കിയുള്ളവർ കാണുന്ന പോലെ അല്ല കേട്ടോ. ഈ ക്രിഞ്ച് എന്ന് പറയണവന്മാരൊക്കെ ഉണ്ടല്ലോ മോനെ, നീയൊക്കെ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഒലിപ്പീര്. ഈ ക്രിഞ്ച് എന്ന് പറയണത് നമ്മൾ വേറൊരാളുടെ കാണുമ്പോൾ നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നും. എന്താ പറയാ, കുഞ്ഞുവാവേ തക്കരെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര, ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ട് നടന്നതാ. പക്ഷേ നമ്മൾ റിലേഷൻഷിപ്പിലോ കല്യാണമോ ഒക്കെ കഴിയുമ്പോൾ നീയൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് നീയൊക്കെ ഒരു വീഡിയോ എടുത്തു വെച്ച് സ്വന്തമായിട്ട് കാണണം. അപ്പോഴേ ഇതങ്ങ് മാറുള്ളൂ. ഈ ക്രിഞ്ച് എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഉള്ളതാ. അത് അങ്ങനെയാണ്. നമ്മൾ അതും വേണ്ട വരുമെന്നുള്ളൊരു കാര്യമുണ്ട്. ഓ ശ്രീശാന്ത്, അപ്പോഴത്തേക്കും നിനക്ക് വേറെ പേരുകൾ കൊണ്ട് ഡ്രാഗ് ചെയ്യണം. പറ്റത്തില്ല. വല്ലാത്ത കുണ്ണയാണ്. ഐ ലവ് യു ടു. കൊതിച്ചിട്ടും വരാനെന്തേ കൊതിച്ചിട്ടും വരാനെന്തേ കല്യാണം അതൊക്കെ ഭയങ്കര സീനാണ്. മനസ്സിലായോ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഉമ്മ കൊടുക്കണോന്നുള്ളത് അവളുടെ ഭയങ്കര മറ്റേ നിർബന്ധമുള്ള സാധനമായിരുന്നു. അതൊക്കെ ചെയ്തില്ല തീർന്നു നീയൊക്കെ. മനസ്സിലായോ? ഇങ്ങനെ കുറെ ഇതൊക്കെ പറയാവര്. അതൊക്കെ ചെയ്ത് കൊടുത്തേക്കണം. അവർക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാകുന്നത് നമുക്ക് വേറെ നഷ്ടമൊന്നും ഇല്ലെങ്കിൽ അങ്ങ് ചെയ്ത് കൊടുത്തേക്കണം. നമ്മളവിടെ ഒന്നും ഇതാവത്തില്ല. മനസ്സിലായ? ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാനും അവള് പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് വലുതായിട്ട് ഒരുപാട് നാള് മറ്റേ ഈ റിലേഷൻഷിപ്പ് ഒന്നും കൊണ്ടുപോകാനൊന്നും നോക്കിയില്ല. കാരണം ഞാൻ ഓൾറെഡി അറിയാമായിരുന്നു. എനിക്ക് റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞ സാധനം ഒരുപാട് ഈ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വരുമ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ എൻ്റെ പ്രൊഫഷൻ കൂടെ വെച്ചിട്ട് ഈ പറയണതുപോലെ രാത്രിയിലൊക്കെ ഫുൾ ടൈം ഗെയിമൊക്കെ കളിച്ചിരിക്കുന്ന ഒരു ഇതായതൊക്കെ കൊണ്ട് വിളിക്കാനും അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ആകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വീട്ടിൽ അങ്ങ് പ്രസന്റ് ചെയ്തത് നേരെ അങ്ങ് കല്യാണം കഴിക്കുമായിരുന്നു. അല്ലാതെ അധികം നാളൊന്നും കൊണ്ടുപോയില്ല. അതല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരു 4-5 മാസത്തിൽ കല്യാണം കഴിച്ചു. ഞാൻ അവളുടെ പാസ്റ്റ് ചെയ്യാനും എൻ്റെ പാസ്റ്റ് ചെയ്യാനും അവളും വന്നിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നോട്ട് എന്താണോ ഒരുമിച്ച് മുന്നോട്ട്, അതിപ്പോൾ രണ്ടുപേരുടെയും മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ചോദിക്കാനും അതൊന്നും ഡിസ്കസ് ചെയ്യാനും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പോയിട്ടില്ല. അവളും ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത്, ഞാൻ അവളോടും ചോദിച്ചിട്ടില്ല. ഇനി ഒരുമിച്ചുള്ളപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണോ അങ്ങനെ അങ്ങ് പോട്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. സത്യം പറയാമല്ലോ, അതിൽ കൂടുതൽ വേറെ തീരുമാനങ്ങളൊന്നും എടുക്കാൻ ആരെയും സമ്മതിപ്പിച്ചിട്ടില്ല. വേറെ ഒറ്റ കാര്യം, അവളുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും എൻ്റെ അച്ഛനമ്മ, അവളുടെ അച്ഛനമ്മ, ചേച്ചി, ചേട്ടൻ, അത്രയും ആര് മാത്രമേ എൻ്റെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. വേറെ ഒരാളുടെ ഒരു ബന്ധുക്കളുടെ പോലും അഭിപ്രായം ചോദിക്കാൻ ഞാൻ പോയിട്ടില്ല. സത്യം പറയാം, ഞാൻ വേറെ ഒരു ബന്ധുക്കളുടെ, എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യം ഡിസൈഡ് ചെയ്യണം എൻ്റെ അച്ഛനും അമ്മയാണ്. അവരുടെ മാത്രം ഡിസിഷൻ, അതിലാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. സത്യം പറയാം, അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. വേറെ ആരും അടുപ്പിക്കരുത്. കല്യാണം ആകുമ്പോൾ മാത്രം മറ്റേ ഇത് പറയാൻ വേണ്ടി കുറെ ആൾക്കാർ വരും. മനസ്സിലായ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ എൻ്റെ ലൈഫിലൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തത് അത്രേ ഉള്ളൂ. അങ്ങനെ കരുതിയാൽ മതി.